പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. ചന്ദ്രലേഖ എന്ന ഗായികയെ പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രവാസി മലയാളികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട പ്രവാസി മലയാളികളെ കാണാൻ ചന്ദ്രലേഖ ഇപ്പോൾ ദുബായിലെത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കര ഗ്രാമത്തിൽ നിന്ന് വിസ്മയ കാഴ്ചകളുടെ ദുബായ് നഗരത്തിലേക്ക് ഒരു സ്വീകരണത്തിനായി വിമാനം കയറുന്നത് ചന്ദ്രലേഖ എന്ന ഈ ഗായികയുടെ സ്വപ്നങ്ങളിൽ പോലുമുണ്ടായിരുന്നില്ല. എന്നാൽ കഴിവിനുള്ള അംഗീകാരം ചന്ദ്രലേഖയെ തേടിയെത്തി. സ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് താനിപ്പോഴെന്ന് ചന്ദ്രലേഖ പറയുന്നു. എന്നെപ്പോലെ ഒരു സാധാരണ കുട്ടിക്ക് ഇങ്ങനൊരു ഒരിക്കലും സ്വപ്നം കാണുന്നതിനും അപ്പുറമാണിത്. പ്രവാസി മലയാളികളാണ് എനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതൽ നേരിട്ട് കാണാൻ വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ 70-ലേറെ കോളേജ് അലുമിനികളുടെ ദുബായിലെ കൂട്ടായ്മയായ അക്കാഫ് ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുക്കാനാണ് ചന്ദ്രലേഖ ദുബായിലെത്തിയത്. ദുബായ് വിമാനത്താവളത്തിൽ ചന്ദ്രലേഖയെ തിരിച്ചറിഞ്ഞ മലയാളികൾ ചന്ദ്രലേഖയോട് കുശലം ചോദിച്ചു. ആദ്യത്തെ അനുഭവമല്ലയോ സ്വപ്നം കാണുന്നതിനപ്പുറം. ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ആദ്യ വിമാനയാത്ര അത്ഭുതമാണ് സമ്മാനിച്ചതെന്ന് ചന്ദ്രലേഖ പറയുന്നു. വിമാനയാത്ര വളരെ വളരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വപ്നം കാണുന്നതിലപ്പുറമാണ്. അപ്പം അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, പിന്നീട് അതങ്ങ് മാറി. തന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു. ഭർത്താവ് രഘുനാഥിനും മകൻ ശ്രീഹരിക്കും യൂട്യൂബിൽ ചന്ദ്രലേഖയെ പുറം ലോകമറിയിച്ച ദർശനുമൊപ്പമാണ് ചന്ദ്രലേഖ ദുബായിലെത്തിയത്. ടി ജമാലുദ്ദീൻ, ദുബായ്.